എല്ലാത്തിനെയും സംഹരിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും സംഹരിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? മഹാദേവനുണ്ട്. അതുകൊണ്ടാണ് അനുമോദിച്ചുകൊണ്ട്, അന്യമോദത എന്ന് ഭാഗവതത്തിലൊരു വാക്ക് കാണാം, നോക്കിയിട്ട് കണ്ണുകൊണ്ട് അനുമോദിച്ച് കഴിച്ചോളാം എന്ന് സന്തോഷത്തോട് കൂടിയിട്ട് പാർവതീദേവി. നമ്മൾ കേൾക്കണ കഥകൾ കേട്ടിട്ടുണ്ടാവും. കുടിച്ചപ്പോൾ പേടിച്ചു, പാർവതീദേവി കഴുത്തിൽ ഞെക്കി പിടിച്ചു, വിഷ്ണു മഹാലക്ഷ്മി വായ പൊത്തിപ്പിടിച്ചു, മഹാവിഷ്ണു ആരാവോ വായ പൊത്തിപ്പിടിച്ചു, ഇവർ കണ്ട പോലെ അതൊക്കെ പറയണേ. ഭാഗവതത്തിലൊന്നും അങ്ങനെ ഒരു കഥയില്ല. അതൊക്കെ പിന്നീട് ഇതിനേക്കാളൊരു മഹാപരാധമായിട്ടുള്ളൊരു കഥ ഇന്നലെ ഞാൻ കേട്ടു. അതെനിക്കിവിടെ വേദിയിൽ പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അത് ഒരു മോശമായ, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് പറയുകയും വേണം. പറയാനുള്ളൊരു മടിയുണ്ട് തിരുനടയിലിരുന്ന്. എന്നാലും പറയാണ്. മോശമായൊരു കാര്യമാണ് കേട്ടത്. എന്നോട് വന്നിട്ട് നമ്മുടെ, അതായത് ഹിന്ദുക്കൾ നമ്മൾ പറയണല്ലോ, ആ പേരെനിക്ക് പറയാൻ ഇഷ്ടമല്ല, എല്ലാവരും ഒരുപോലെ എന്നാണ്. എന്നാലും പറയട്ടെ, ക്രൈസ്തവരായിട്ടുള്ള ഒരാളോട് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒന്ന് സംശയം ചോദിച്ചതാണ്. അവർക്കറിയില്ല, നിങ്ങളുടെ നാട്ടിലെ കഥകളൊന്നും അറിയില്ല. ഇങ്ങനെയാണ്, അതായത് സതീദേവി, അതെങ്കിലും മനസ്സിലാക്കിയില്ല, അതൊരു ഭാഗ്യം. സതീദേവി മരിച്ചു പോയപ്പോൾ ആ ദുഃഖം സഹിക്കാൻ സതീദേവി ഇല്ലാണ്ട് പിന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ മഹാദേവൻ തൻ്റെ ലിംഗം പറിച്ച് വീക്കിയെന്നാണ് കഥ പറയുന്നത്. അതായത് ആ സ്ത്രീ പുരുഷന്മാരുടെ ആ അതിൻ്റെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയണത്. അങ്ങനെയാണ് അത് എന്നാണ് പറയണത്. അറിവില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു കൊടുത്തത് ഇതാണ് ഇതിൻ്റെ വാസ്തവം. അത് കേട്ടിട്ട് അവർ ഹിന്ദു അല്ല, ക്രൈസ്തവ വിശ്വാസിയാണ്. അത് കേട്ടിട്ട് ഇത് വിശ്വാസം വന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഭഗവാനും ചെയ്യില്ല എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് വിശ്വാസം വന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത കഥ അവർക്ക് ഇങ്ങനെ ആവില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാലേ, ശിവലിംഗം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചിഹ്നം അല്ലെങ്കിൽ അടയാളം എന്നാണ് ലിംഗം എന്നുള്ള വാക്കുകൊണ്ട്. അതാണ്ട് ആ ലിംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യലിംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം, മനുഷ്യരൂപം, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ പറയേണ്ടത്, ശ്ലോകത്തിൽ പറയേണ്ടത് മനുഷ്യലിംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ലിംഗം എന്നല്ല. അതങ്ങനൊരു ഇത് ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് നമുക്ക് അതേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ ശരീരം എന്നാണ് അതിൻ്റെ ചിഹ്നം, മനുഷ്യൻ്റെ രൂപത്തോട് കൂടിയത് എന്നുള്ളതാണ് ചിഹ്നം, അടയാളം, സൂക്ഷ്മമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിന് ഒരു കഥയും കൂടി, അതും ശിവരാത്രിയോട് അനുബന്ധപ്പെട്ടിട്ട് തന്നെ പറയണം, ശിവരാത്രിക്ക് പറയുന്ന കഥയാണ്. ആ കഥ എന്താണെന്ന് വിചാരിച്ചാൽ, സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവും ശിവനും